എന്താണ് 2019 പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് 2019 എന്നും 1955 സിറ്റിസൺഷിപ്പ് ആക്ടിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വരുത്തിയതെന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ തുടങ്ങുന്നതാണ് ഇതിന്റെ ചരിത്രം എന്ന് പറയാം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് ഒപ്പം തന്നെ ഇന്ത്യ രണ്ടായി വിഭജിക്കുകയും ചെയ്തതായി നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനമായും മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഇന്ത്യയെ രണ്ടായി വിഭജിച്ചത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലം പാകിസ്ഥാനായും ഹിന്ദുക്കളും മറ്റു ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടുന്ന സ്ഥലം ഇന്ത്യയുമായാണ് പിന്നീട് മാറിയത്. ഈ സമയത്ത് തന്നെ പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങൾക്കും തിരിച്ച് ഇന്ത്യയിലേക്ക് മറ്റു മതസ്ഥർക്കും എത്താനുള്ള അവസരവും അന്ന് ലഭിച്ചിരുന്നു. ഇതായിരുന്നു ചരിത്രത്തിലെ ഇന്നേവരെ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ കുടിയേറ്റമായി കണക്കാക്കപ്പെടുന്നത്. ഈ സമയത്ത് ഇരു രാജ്യങ്ങളും റിപ്പബ്ലിക് ആകാത്തത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ചില നിയമങ്ങൾ തന്നെയാണ് അവിടെ നിലനിന്നിരുന്നത്. തുടർന്ന് 1948 ബ്രിട്ടീഷ് നാഷണാലിറ്റി ആക്ടിലൂടെ ഇന്ത്യക്കാരെ പൗരത്വമില്ലാത്ത ബ്രിട്ടീഷ് പ്രജകളായി അവർ തരംതിരിച്ചു. ആ സമയത്ത് ഇന്ത്യക്ക് പൗരത്വ ചട്ടങ്ങൾ നിലവിലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്തത്. തുടർന്ന് 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും അതിലെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ഇന്ത്യൻ പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുകയും ചെയ്തു. ഇതിൽ ആർട്ടിക്കിൾ 5 പറയുന്നത് ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യയിൽ ജനിച്ചവരോ ആണെങ്കിലും, അതുമല്ലെങ്കിൽ ഭരണഘടന പ്രാബല്യത്തിന് വരുന്നതിന് 5 വർഷം മുന്നെയെങ്കിലും ഇന്ത്യയിൽ താമസം ഉറപ്പിച്ചവരാണെങ്കിലും അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും എന്നാണ്. ആർട്ടിക്കിൾ 6 പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇന്ത്യയിൽ ജനിച്ചതോ അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കളോ മുത്തശ്ശന്മാരോ ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിലോ അവർക്ക് ഇന്ത്യൻ പൗരനാകാമെന്നും, അതുമല്ലെങ്കിൽ 1948 ജൂലൈ 19 മുന്നേ ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്കും സ്വാഭാവികമായി ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു എന്നും, ജൂലൈ 19 ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറിയ ആളുകൾക്ക് 6 മാസം ഇന്ത്യയിൽ താമസത്തിന് ശേഷം ഇന്ത്യൻ പൗരനായി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെയും പൗരത്വം ലഭിക്കുമെന്നുമാണ്. ആർട്ടിക്കിൾ 7 പറയുന്നത് 1947 മാർച്ച് 1 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറിയതും എന്നാൽ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നതുമായ ആളുകൾക്ക് 6 മാസത്തെ ഇന്ത്യൻ താമസത്തിന് ശേഷം ഇന്ത്യൻ പൗരനായി രജിസ്റ്റർ ചെയ്യാം എന്നതാണ്. ആർട്ടിക്കിൾ 8 പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യയിൽ ജനിച്ച മാതാപിതാക്കളോ മുത്തശ്ശന്മാരോ ഉള്ള ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം വേണമെങ്കിൽ സ്വീകരിക്കാം എന്നതാണ്. എന്നാൽ ആർട്ടിക്കിൾ 9 പറയുന്നത് മറ്റേതെങ്കിലും രാജ്യത്ത് പൗരത്വമുള്ള ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും എന്നതാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 10 പറയുന്നത് മേൽപ്പറഞ്ഞ ഏതെങ്കിലും വിധേയനെ ഇന്ത്യൻ പൗരത്വം ലഭിച്ച വ്യക്തിക്ക് ഇന്ത്യൻ പാർലമെന്റ് പുതിയൊരു നിയമം പാസ്സാക്കുന്നതിലൂടെ പൗരത്വം നഷ്ടമാകുന്നത് വരെ അദ്ദേഹം ഇന്ത്യൻ പൗരനായി തുടരും എന്നതാണ്. അതേസമയം ആർട്ടിക്കിൾ 11 പ്രകാരം പൗരത്വത്തെ നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അവകാശം ഇന്ത്യൻ പാർലമെന്റിന് നൽകിയിരിക്കുന്നു. ഇതനുസരിച്ച് പൗരത്വത്തെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ എടുത്തു കളയുവാനും കൂട്ടിച്ചേർക്കുവാനും പാർലമെന്റിന് അധികാരമുണ്ട്. വിഭജനത്തിനു ശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പൗരത്വം കൊടുക്കാൻ കൃത്യമായ ചില നിബന്ധനകൾ ആവശ്യമായി വന്നു. അങ്ങനെയാണ് 1955 ആർട്ടിക്കിൾ 11 പ്രകാരം ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കിയത്. അതാണ് പൗരത്വ നിയമം. ഇത് പ്രകാരം പ്രധാനമായും 5 തരത്തിലാണ് ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. ഒന്നാമത്തത് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ആണ്. ഇത് പ്രകാരം ഇന്ത്യയിൽ ജനിക്കുന്ന ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതാണ്. രണ്ടാമത്തത് സിറ്റിസൺഷിപ്പ് ബൈ ഡെസെന്റ് ആണ്. ഇത് പ്രകാരം 1950 ജനുവരി 26 ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഇന്ത്യൻ പൗരത്വമുള്ള പിതാവിന്റെ കുട്ടികൾക്ക് ഇന്ത്യൻ പൗരനാകാം എന്നാണ്. മൂന്നാമത്തത് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ ആണ്. ഇത് പ്രകാരം പേഴ്സൺ ഓഫ് ഇന്ത്യ ഒറിജിനോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്ത് ഇന്ത്യയിൽ 7 വർഷം സ്ഥിരതാമസമാക്കി പൗരത്വത്തിനായി രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും എന്നതാണ്. നാലാമത്തത് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ ആണ്. മറ്റൊരു രാജ്യത്തെ പൗരൻ ഇന്ത്യയിൽ 14 വർഷങ്ങൾക്കിടയിൽ 11 വർഷങ്ങൾ താമസിക്കുകയും രജിസ്ട്രേഷന് മുമ്പ് 1 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിക്കുന്നതുമായ ആളാണെങ്കിൽ അവർക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും എന്നതാണ്. അഞ്ചാമത്തത് സിറ്റിസൺഷിപ്പ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി ആണ്. ഇത് പ്രകാരം ഇന്ത്യയുടെ ഭാഗമല്ലാത്ത മറ്റൊരു പ്രദേശം ഇന്ത്യയുമായി ലയിക്കുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് നൽകുന്ന പൗരത്വമാണ്. ഇങ്ങനെയാണ് പിന്നീട് ഇന്ത്യൻ പൗരത്വം ആളുകൾക്ക് നൽകി വന്നത്. എന്നാൽ തുടർന്ന് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തോടെ നിരവധി ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറി. ഇത് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലെ പല പ്രശ്നങ്ങൾക്കും കാരണമായി. അതുകൊണ്ട് തന്നെ അനധികൃതമായി കുടിയേറിയവർക്ക് നിബന്ധനകൾ വിധേയമായി മാത്രം പൗരത്വം നൽകാനാണ് പ്രധാനമായും ഈ നിയമം 1986 ഭേദഗതി ചെയ്തത്. ഈ ഭേദഗതി അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഇന്ത്യൻ പൗരത്വമുള്ള ആളായിരിക്കണം എന്നാക്കി. പിന്നീട് സ്ത്രീകളോടുള്ള വിവേചനം ഒഴിവാക്കാനാണ് 1992 ഈ നിയമം രണ്ടാമത് ഭേദഗതി ചെയ്തത്. സിറ്റിസൺഷിപ്പ് ബൈ ഡിസെന്റ് എന്നതിൽ പിതാവിന്റെ പൗരത്വത്തെ പറ്റി മാത്രമായിരുന്നു പരാമർശിച്ചിരുന്നത്.
പിന്നീട് മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കണമെന്നാക്കി മാറ്റുകയായിരുന്നു. തുടർന്ന് 2003 അടുത്ത ഭേദഗതി നടന്നത്. എന്താണ് അനധികൃത കുടിയേറ്റം എന്ന് വ്യക്തമാക്കുകയും അങ്ങനെയുള്ളവർക്ക് രജിസ്ട്രേഷനിലൂടെയും നാച്ചുറലൈസേഷനിലൂടെയും പൗരത്വം ലഭിക്കുന്നത് നിഷേധിക്കുകയും ചെയ്തു. 2003 ഡിസംബറിന് ശേഷം ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരത്വമുള്ളവരായിരിക്കണമെന്നും ഏതെങ്കിലും ഒരാൾ അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ പോലും പൗരത്വം നിഷേധിക്കും എന്നുമാക്കി മാറ്റി. അതുപോലെ തന്നെ ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആദ്യമായി പരാമർശിക്കുന്നതും ഈ ഭേദഗതിയിലാണ്. തുടർന്ന് 2005 ഇത്തരമൊരു ഭേദഗതി നടത്തി. ഇതിൽ പ്രധാനമായും പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനെയും ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെയും പറ്റിയാണ് പരാമർശിക്കുന്നത്. മുൻപ് ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം വെച്ചിരുന്ന അല്ലെങ്കിൽ പൂർവികർ ഇന്ത്യൻ പൗരന്മാരായിരുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരൊഴികെയുള്ള വിദേശ പൗരന് നൽകുന്ന ഇളവുകളെയും ആനുകൂല്യങ്ങളെയും പറ്റിയും ഇന്ത്യൻ പൗരനായിരുന്ന അല്ലെങ്കിൽ 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യൻ പൗരനാകാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ 1947 ഓഗസ്റ്റ് 15 ശേഷം ഇന്ത്യയുടെ ഭാഗമായതോ ആയ ഒരു വിദേശ പൗരന് നൽകുന്ന ആനുകൂല്യങ്ങളുടെയും ഇളവുകളെയും പറ്റിയുമാണ് ഈ ഭേദഗതി പരാമർശിക്കുന്നത്. തുടർന്ന് 2015 OCAയെയും PIOയെയും മെർജ് ചെയ്യുന്ന തരത്തിലെ ഒരു ഭേദഗതിയാണ് നടന്നത്. ഇതിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന മറ്റേതെങ്കിലും രാജ്യത്തെ പൗരത്വമുള്ള ഏതെങ്കിലും വ്യക്തിക്ക് OCA കാർഡിന് വേണ്ടി അപേക്ഷിക്കുവാൻ അർഹതയില്ലെന്നും മേൽപ്പറഞ്ഞ ഏതെങ്കിലും രാജ്യത്തിലെ പൗരനായിരുന്ന മുൻഗാമികൾ ഉള്ളവർക്കും ഇതിന് അർഹത ഇല്ല എന്നും ഇതിൽ പറയുന്നു. ഇതിനുശേഷമാണ് 2019 ഈ നിയമത്തിൽ 6ാമത്തെ ഭേദഗതി നടക്കുന്നത്. ഇതനുസരിച്ച് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളിലുമുള്ള മതപീഡനം അനുഭവിക്കുന്ന കുടിയേറ്റക്കാരായ മുസ്ലിം ഇതര മത ന്യൂനപക്ഷങ്ങൾക്ക്, കൃത്യമായി പറഞ്ഞാൽ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാർസി എന്നിവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് ഇളവുകൾ നൽകുന്ന എന്നതാണ്. മേൽപ്പറഞ്ഞ എല്ലാം തന്നെ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ സഹായിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാൻ പ്രധാനമായും 3 മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തത് റെനൻസേഷൻ വഴിയാണ്. ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്ന യുദ്ധസമയത്ത് ഒഴികെ എപ്പോൾ വേണമെങ്കിലും പ്രായപൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരന് സ്വമേധയാ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാൻ കഴിയും. രണ്ടാമത്തത് ടെർമിനേഷൻ വഴിയാണ്. ഇന്ത്യയുടെ പൗരത്വം നിലനിൽക്കെ തന്നെ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുന്ന ആൾക്ക് ഇന്ത്യൻ പൗരത്വം അസാധുവായി മാറുന്നതിലൂടെയാണ് പൗരത്വം നഷ്ടമാകുന്നത്. മൂന്നാമത്തത് ഡിപ്രിവേഷൻ വഴിയാണ്. അനധികൃതമായി ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുകയോ യുദ്ധസമയത്ത് ശത്രുക്കളുമായി ആശയവിനിമയമോ വ്യാപാരത്തിലോ ഏർപ്പെടുകയാണെങ്കിലോ ഇന്ത്യൻ പൗരത്വം ലഭിച്ചതിനു ശേഷം തുടർച്ചയായി 2 വർഷം ജയിലിൽ കിടക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് തുടർച്ചയായി 5 വർഷം താമസിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് തന്നെ പൗരത്വം റദ്ദാക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇന്ത്യൻ പൗരത്വം നേടുവാനും അല്ലെങ്കിൽ ഇന്ത്യൻ വംശജെന്ന ആനുകൂല്യം ലഭിക്കുവാനും അതുപോലെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകാനുമുള്ള നിയമപരമായ സാധ്യതകൾ. ഇനി നമുക്ക് 2019 ഭേദഗതിയെ പറ്റി പറയാം. 2019 ഡിസംബർ 10 ലോക്സഭ പാസ്സാക്കുകയും ഡിസംബർ 11 രാജ്യസഭ പാസ്സാക്കുകയും ചെയ്ത ഡിസംബർ 12 രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്ത് 2020 ജനുവരി 10 നിലവിൽ വരികയും ചെയ്ത നിയമമാണ് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് 2019. തുടർന്ന് 2024 മാർച്ച് 11 ആഭ്യന്തര മന്ത്രാലയം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ നിയമങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും അവഗണനകളും മതപീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാർസി മത ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുക എന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഈ കുടിയേറ്റക്കാരിൽ നിന്നും അസം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ചില ആദിവാസി മേഖലകളെയും ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 2015 ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഈ ന്യൂനപക്ഷക്കാർക്ക് 6 വർഷം ഇന്ത്യയിൽ താമസിക്കുന്നതിലൂടെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കും. അതേസമയം മുസ്ലിം ഉൾപ്പെടുന്ന മറ്റുള്ളവർക്ക് ഇതേ പൗരത്വം 12 വർഷം ഇന്ത്യയിൽ താമസിക്കുന്നവരുടെ ലഭിക്കുന്നതാണ്. അതായത് 2011 തൊട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ആർക്കും നിലവിൽ ഇന്ത്യൻ പൗരത്വത്തിനായി മത അടിസ്ഥാനത്തിൽ അല്ലാതെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. എന്നാൽ മറ്റു മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ അവർ 2013 തൊട്ടെങ്കിലും ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കേണ്ടിയിരിക്കണം എന്ന ഒരു ഇളവ് മാത്രമേ അവർക്കുള്ളൂ. 1947 23% ഉണ്ടായിരുന്ന പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ ഇന്ന് 5% താഴെയായി ചുരുങ്ങിയിരിക്കുകയാണ്. ഇതിനുള്ള പ്രധാന കാരണം ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ സഹിക്കവയ്യാതെ മറ്റു രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി കുടിയേറുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധിതമായ മതപരിവർത്തനവും വിവാഹവും എല്ലാം തന്നെ ഇത്തരം ന്യൂനപക്ഷങ്ങളുടെ അംഗസംഖ്യ കുറച്ചു.
സമാനമായി 1971 ബംഗ്ലാദേശ് രൂപീകരിച്ചപ്പോൾ 23% ഉണ്ടായിരുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഇന്ന് 9% ചുരുങ്ങിയിരിക്കുകയാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ 2 ലക്ഷത്തിൽ താഴെ മാത്രമാണ് ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നത്. അവരിൽ പലരും ഇന്ന് മതപീഡനം കാരണം രാജ്യം വിട്ടവരാണ്. ഇത്തരം പീഡനം അനുഭവിക്കുന്നവർക്ക് കുടിയേറി പാർക്കാനുള്ള ആകെയുള്ള രാജ്യം ഇന്ത്യ മാത്രമാണ്. ബംഗ്ലാദേശിന്റെ ഏറ്റവും അടുത്തുള്ള രാജ്യം ഇന്ത്യ മാത്രമാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉള്ളവർക്ക് ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം സമാനമായ രീതിയിൽ തന്നെ മറ്റ് രാജ്യങ്ങളിൽ പോയാലും അവർക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതേസമയം മതഭൂരിപക്ഷമുള്ള ഈ രാജ്യത്തുള്ള ഭൂരിപക്ഷ മതങ്ങളിലെ ചില വിഭാഗങ്ങൾക്ക് പോലും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നത് സത്യമാണെങ്കിലും മതാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഈ രാജ്യങ്ങളിലെ മതഭൂരിപക്ഷത്തിനിടയിൽ നടക്കുന്ന ഇത്തരം പീഡനങ്ങളും വിവേചനങ്ങളും എപ്രകാരം ഉണ്ടായി എന്ന് ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഇന്ത്യക്കില്ല എന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അതേസമയം ശ്രീലങ്ക, മ്യാൻമാർ, ടിബറ്റ് എന്നിവിടങ്ങളിലെ പീഡനങ്ങൾ അനുഭവിക്കുന്ന കുടിയേറിയ ന്യൂനപക്ഷങ്ങൾക്കും ഇത്തരം ഇളവുകൾ നൽകാത്തത് എന്തെന്ന ചോദ്യവും പ്രസക്തമാണ്. എന്തൊക്കെയാണെങ്കിലും നിലവിൽ ഈ ഭേദഗതിയിലൂടെ പൗരത്വമില്ലാത്ത ഇന്ത്യയിൽ വസിക്കുന്ന അർഹരായ ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വാർത്തകളിൽ പ്രചരിക്കുന്ന പോലെ ആരെയും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ ഈ നിയമത്തിന് ഉദ്ദേശമില്ല. മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുടിയേറി പാർത്തവർക്ക് പൗരത്വം നൽകുന്നതിലൂടെ യഥാർത്ഥ ഇന്ത്യക്കാർക്ക് പല ആനുകൂല്യങ്ങളും നഷ്ടമാകുമെന്നതും അതുപോലെ തന്നെ പലയിടങ്ങളിലും ഇത്തരം ആളുകൾ കാരണം പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇവർക്ക് പൗരത്വം കൂടി ലഭിച്ചാൽ എന്തൊക്കെയാണ് നടക്കുക എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ നിയമ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ കുടിയേറിയവർക്ക് ഒരു വാലിഡായ പൗരത്വമാണ് ലഭിക്കുന്നത്. ഇതിലൂടെ ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷണവും ഇവർക്കും ലഭിക്കുന്നു. ഇതിനെ എതിർക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഒന്നുകിൽ അനധികൃതമായി ഇന്ത്യയിൽ കുടിയേറിയവരായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിനായി മുന്നിട്ടിറങ്ങിയവരുമായിരിക്കും.